പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് മിശിഹാനുകരണം. എങ്ങനെ നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നമുക്ക് അനുകരിക്കാം. ഈ വിഷയത്തിൽ ഒന്നാമതായിട്ട് നാം ചിന്താ വിഷയമാക്കുന്നത് ക്രിസ്തു അഥവാ മിശിഹ ആരാ. രണ്ടാമതായി യേശു മിശിഹായെ നമുക്ക് എങ്ങനെ അടുത്തനുകരിക്കാം. മൂന്നാമതായിട്ട് മിശിഹാനുകരണത്തിലൂടെയുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്. ആരാണ് ക്രിസ്തു അഥവാ മിശിഹ? വിശുദ്ധ ബൈബിളിൽ ആദ്യമായി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. തുടർന്ന് ഈ വചനത്താലാണ് സമസ്തവും സൃഷ്ടിച്ചത്. പിതാവായ ദൈവത്തിന്റെ ചിത്തത്തിൽ നിന്ന് ജനിച്ച വചനം, അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന വചനമാണ് ഈ 3-ാം വാക്യത്തിൽ പറയുന്ന ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വചനമാകുന്ന വെളിച്ചം. വചനം എങ്ങനെയാ വെളിച്ചമാകുന്നത്? വെളിച്ചം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവിക വെളിപാടിന്റെ വെളിച്ചം. പ്രപഞ്ച സൃഷ്ടിയാണ് ദൈവത്തിന്റെ ആദ്യ വെളിപാട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊത്തായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ സമസ്തവും സൃഷ്ടിച്ച വചനം നിത്യവചനമായ പുത്രൻ തമ്പുരാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ. വചനം എന്നത് അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന വചനം, നിത്യവചനം, എറ്റേണൽ വേർഡ്. ജോണിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ ആദിയിൽ, അതായത് അനാദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊത്തായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. അപ്പൊ സമസ്തവും സൃഷ്ടിച്ച വചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അപ്പൊ ഈ ക്രിസ്തു വചനമായ പുത്രൻ തമ്പുരാൻ എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ, പിതാവിന്റെ ആദ്യജാതൻ. അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈ വചനമായ പുത്രൻ തമ്പുരാനിലൂടെയാണ്. ക്രിസ്തു അഥവാ മിശിഹ ആരാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവൻ അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന നിത്യവചനമാണ്, എറ്റേണൽ വേർഡാണ്. അവനിലൂടെ സമസ്തവും സൃഷ്ടിക്കപ്പെട്ടു. ഈ നിത്യവചനത്തെ കുറിച്ച് വെളിപാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്. അവനെന്ന് ഇവിടെ പറഞ്ഞേക്കുന്ന ദൂതന്മാരെ കുറിച്ചാണ്. 6-ാം വാക്യത്തിൽ പറയുന്നു, മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം
ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്, ആ ദൂതന്റെ പക്കൽ. എന്താണ് ആ സനാതന സുവിശേഷം? എറ്റേണൽ ഗോസ്പൽ, യേശുവാണ്. എറ്റേണൽ വേർഡാണ്, വചനമാണവൻ. അവൻ സുവിശേഷമാണ്, സനാതന സുവിശേഷം. ഈ സനാതന സുവിശേഷമായ ക്രിസ്തുവിന്റെ പേര് വചനമാണെന്ന് വെളിപാട് പുസ്തകത്തിലും പറയുന്നു. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. 12-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ മിഴികളിൽ തീനാളം പോലെ എല്ലാം കാണുന്നത്, എല്ലാത്തിലും ചൂഴ്ന്നിറങ്ങാൻ കഴിയുന്നത്. അവന്റെ ശിരത്തിൽ അനേകം കിരീടങ്ങൾ, അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അപ്പൊ നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ അവതരിപ്പിച്ചത് നിത്യവചനത്തെ സനാതന സുവിശേഷമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവന്റെ നാമവും വചനമെന്നാണ്. അവൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതാണ് യേശു. അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന വചനമായ പുത്രൻ തമ്പുരാൻ, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യ രൂപത്തിൽ അവതരിച്ചതാണല്ലോ യേശു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കുക. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അജ്ഞതയുടെ അന്ധകാരത്തിലായിരിക്കുന്ന മക്കൾക്ക് വെളിപാടിന്റെ വെളിച്ചമായി വന്നവനാണ് വചനമായ പുത്രൻ തമ്പുരാൻ എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വചന വെളിച്ചം നമ്മിലുണ്ടെങ്കിൽ നമ്മെ കീഴടക്കാനും തിന്മയ്ക്ക് കഴിയുകയില്ല. വചന വെളിച്ചം നമ്മിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, വചനം മനുഷ്യനായി അവതരിച്ച യേശു നമ്മിലുണ്ടെങ്കിൽ. 2, യേശുവിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിന്റെ വെളിച്ചം നമ്മിലുണ്ടെങ്കിൽ, അറിവിന്റെ വെളിച്ചം നമ്മിലുണ്ടെങ്കിൽ, ജ്ഞാന ചൈതന്യം നമ്മിലുണ്ടെങ്കിൽ നമ്മെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല. അപ്പൊ തിന്മ നമ്മെ കീഴടക്കുന്നത് നമ്മൾ അജ്ഞതയുടെ അന്ധകാരത്തിലായിരിക്കുമ്പോഴാണ്. അജ്ഞത എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അജ്ഞതയാണ്, ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. വെളിപാട് പുസ്തകം 14:6 പറഞ്ഞു, നിത്യവചനം സനാതന സുവിശേഷമാണ്, എറ്റേണൽ ഗോസ്പലാണ്. സുവിശേഷം യേശുവിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ സദ്വാർത്ത. യേശുവിന്റെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇവയിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ സന്ദേശം. അതാണ് സനാതന സുവിശേഷമെന്ന് യേശുവിനെ വിളിക്കാൻ കാരണം. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. 16-17 വാക്യങ്ങളിൽ പറയുന്നു, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. നിത്യവചനമായ ക്രിസ്തുവിൽ നിന്ന്, സനാതന സുവിശേഷമായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മളെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, യോഹന്നാൻ 10:10 യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. രക്ഷയുടെ നവമായ സന്ദേശവുമായി നമ്മുടെ പക്കലേക്ക് വന്ന സനാതന സുവിശേഷമാണ് ക്രിസ്തു. അവനിലൂടെ നമ്മളെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. ക്രിസ്തു ആരെന്ന്, അല്ലെങ്കിൽ നിശ്ചിത ആരെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ പറഞ്ഞേക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് എടുത്തു പറഞ്ഞത്. അനാദിയിലെ പിതാവിനോടൊത്തായിരുന്നവർ സമസ്തവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ആ വചനത്തെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അല്ലെ, ഈ പറഞ്ഞതൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ധ്യാനിക്കും? ഈ ചിന്തകൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് കേൾക്കുമ്പോൾ തന്നെ
ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥനയായി അപേക്ഷയായി ഉയരും. അന്ധകാര നിബിഡമായ പ്രപഞ്ചത്തിൽ വെളിച്ചമായി ഉദിച്ചുയർന്ന വചനമായ പുത്രൻ തമ്പുരാനെ, എന്നിലെ അജ്ഞതയുടെ അന്ധകാരം, തിന്മയുടെ തലങ്ങൾ ഇതെല്ലാം മാറ്റി എന്നെ പ്രകാശിതയാക്കണമേ, എന്നെ പ്രകാശിപ്പിക്കണമേ. സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവുമായ യേശുക്രിസ്തുവേ, നിന്റെ ദിവ്യ പ്രകാശത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ആഗ്രഹത്തെ, നമ്മുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന അറിവിനെ ദൈവനിവേശിതമായ ജ്ഞാനമാക്കി മാറ്റും. അപ്പൊ നമ്മുടെ ധ്യാനത്തിലുള്ള വളർച്ച, വചനത്തിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാട് സ്വീകരിച്ച് ദൈവത്തെ അറിയുന്നു, നമ്മൾ അറിവിലേക്ക് വന്നു. ആ അറിവ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ജനിപ്പിക്കുന്നു. ഈ ആഗ്രഹം പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അവന്റെ പാദാന്തികത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ആ ദിവ്യ പ്രകാശത്താൽ ദൈവം എന്റെ ബോധത്തെ പ്രകാശിതമാക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് ദിവ്യ ജ്ഞാനം നൽകും. നമ്മൾ ദൈവിക അറിവിലും ദൈവജ്ഞാനത്തിലും വളർന്ന് ദൈവജ്ഞാനമാകുന്ന സമ്പത്ത്, ഈ ലോകത്തിൽ ഒരിക്കലും സമ്പാദിക്കാൻ കഴിയാത്ത ഈ നിക്ഷേപത്തിന് നമ്മൾ അവകാശിയായി തീരും. ഈ ആഗ്രഹം പൊന്നുതമ്പുരാനെ അറിയിച്ചുകൊണ്ട് അവന്റെ പാദാന്തികത്തിൽ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. സുവിശേഷം പരിശുദ്ധ മറിയത്തെ അറിയിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലാവർത്തിക്കും. അങ്ങനെയാണ് മറിയത്തിൽ യേശു ജന്മം കൊണ്ടത്. അല്ലെ, നമ്മളിലും ദൈവിക അറിവും ജ്ഞാനവും വളരുമ്പോൾ ആ അറിവും ജ്ഞാനവും വഴി യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ കഴിയും. പരിശുദ്ധ അമ്മ യേശുവിനെ ലോകത്തിന് നൽകിയതുപോലെ പ്രധാനമായും 2 വിധത്തിൽ നമുക്ക് യേശുവിനെ ലോകത്തിന് നൽകാൻ കഴിയും. ഒന്ന്, മറിയത്തില് അവളുടെ ഉദരത്തിൽ വചനം മാംസം ധരിക്കുകയായിരുന്നു. അല്ലെ, നമ്മളിലോ വചനമായ പുത്രൻ തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാസമുറപ്പിക്കും. നമ്മൾ ക്രിസ്മസിന്റെ ഒരുക്കത്തിന്റെ കാലയളവിലാണ്. വചനം നമ്മളിൽ ജനിക്കണം, നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കണം. പുൽക്കൂട്ടിലല്ല യേശു ജനിക്കേണ്ടത്, നമ്മുടെ ഹൃദയങ്ങളിൽ. അങ്ങനെ വചനം നമ്മളിൽ മാംസം ധരിക്കുന്നത്, ഒന്ന് ഹൃദയങ്ങളിൽ യേശു ജനിക്കുന്നു. 2, നമ്മുടെ ബുദ്ധിയാകുന്ന ഗർഭപാത്രത്തിൽ, ബോധമാകുന്ന ഗർഭപാത്രത്തിൽ ദിവ്യജ്ഞാനം, ഈ പുത്രൻ തമ്പുരാനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചവും ജ്ഞാനവും വന്നു നിറയും. പരിശുദ്ധാത്മാവാണ് അത് നൽകുന്നത്, പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ബോധങ്ങളിൽ ഉൾക്കാഴ്ചകളായിട്ട് വരും. നമ്മൾ നിരന്തരം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉൾക്കാഴ്ച വരും. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ ഉൾവെളിച്ചം നമുക്ക് ദൈവനിവേശിതമായി തരും. ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ്, അത് നമ്മുടെ ബോധങ്ങളെ പ്രകാശിതമാക്കുന്നതാണ്. നമ്മുടെ വൃത്തി അഥവാ ബോധങ്ങളെ പരിശുദ്ധാത്മാവ് പ്രകാശിതമാക്കും. അപ്പോൾ നമുക്കെങ്ങനെ മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കാം? ഈ അറിവിന്റെ വെളിച്ചം ജ്ഞാനമായി വരുമ്പോൾ ഈ ദിവ്യ ജ്ഞാനമാകുന്ന ചൈതന്യം അനേകർക്ക് കൊടുക്കാം. ഹൃദയത്തിൽ യേശു ജനിച്ചു, ബോധം പ്രകാശിതമായി, ദിവ്യജ്ഞാനം നമ്മിൽ നിറഞ്ഞു. അപ്പോൾ നമ്മിലൂടെ ദൈവജ്ഞാന ചൈതന്യം നമുക്ക് ചുറ്റും പ്രസരിക്കും. അനേകരോട് യേശുവിനെ സാക്ഷ്യപ്പെടുത്താം, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. പരിശുദ്ധമ്മ യേശുവിനെ ലോകത്തിന് കൊടുത്തതുപോലെ നമ്മൾ വചനമായ പുത്രൻ തമ്പുരാനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ ബോധങ്ങളെ പ്രകാശിതമാക്കി അതിന്റെ ഒരു വെളിച്ചമാക്കി ജ്ഞാനമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ജ്ഞാന ചൈതന്യം ആത്മാവിനാൽ നമ്മളിലൂടെ അനേകരിലേക്ക് പ്രസരിക്കും. ഈ ആഗ്രഹങ്ങള് ഹൃദയപൂർവമായ പ്രാർത്ഥനയും അപേക്ഷയുമായി പൊന്നുതമ്പുരാനെ അറിയിച്ചിട്ട് അവന്റെ പാദാന്തികത്തിൽ ഇരുന്നാൽ
ദൈവാത്മ ചൈതന്യം നമ്മളിൽ വന്ന് നിറയും. പരിശുദ്ധ അമ്മയിൽ അത്യുന്നതന്റെ ശക്തി ആവസിച്ചതുപോലെ വചനത്തിന് മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിലും പരിശുദ്ധാത്മ ചൈതന്യം വന്ന് നിറയും. അങ്ങനെയാണ് ഈ അറിവും ജ്ഞാനം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീയെ അറിയില്ലേ? അവൾ ചിന്തിച്ചു, ഈശോയുടെ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചെന്ന് ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊട്ടു. അപ്പോഴേക്ക് ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് അവളും അറിഞ്ഞു, യേശുവും അറിഞ്ഞു. ശരിയല്ലേ? അവൾ അറിഞ്ഞത് എങ്ങനെയാണ്? അവൾ സൗഖ്യം പ്രാപിച്ചു. യേശു അറിഞ്ഞതോ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് യേശു അറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വചന ചിന്തകളോടെ, തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പൊന്നുതമ്പുരാന്റെ മുന്നിൽ ഇരുന്ന് നമ്മൾ ആഗ്രഹത്തോടെ ഹൃദയപൂർവ്വം അപേക്ഷിച്ചാൽ നമുക്കും കൃപ കിട്ടത്തില്ലേ? നമ്മൾ ഈ ചൈതന്യത്താൽ നിറയില്ലേ? ഈ ശക്തിയാൽ നിറയില്ലേ? യേശു എന്നിൽ ഇപ്രകാരം ജനിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ ജനിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചാൽ, അല്ലെങ്കിൽ വചനമായ യേശു തമ്പുരാൻ നമ്മുടെ ബോധങ്ങളെ പ്രകാശിതമാക്കി അറിവിന്റെ വെളിച്ചം, ജ്ഞാനം, ദൈവജ്ഞാനം നമുക്ക് തന്നാൽ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈ ജ്ഞാന ചൈതന്യം പ്രസരിക്കും. അങ്ങനെ ഭയത്തിലൂടെ ലോകത്തിന് ക്രിസ്തുവിനെ നൽകിയതുപോലെ നമ്മളും പാപപങ്കിതമായ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ട് യേശു നമ്മിൽ വന്ന് ജനിക്കുമ്പോൾ ഈശോയുടെ ചൈതന്യം അനേകരിലേക്ക് പ്രസരിക്കും. അത് നമ്മുടെ സാന്നിധ്യത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പ്രബോധനങ്ങളിലൂടെ, ഇങ്ങനെ നാനാവിധത്തിൽ ഈശോയെ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. അടുത്ത ഒരു ചിന്ത കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയായിട്ടാണ്. ഉൽപ്പത്തി 1:26 ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സഭാപിതാക്കന്മാർ പറയുന്നത് ഈ ഛായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതൻ. അതുകൊണ്ടാണ് അവനെ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷിക്കുന്നു, യേശു ദൈവത്തിന്റെ യഥാർത്ഥ ഛായയാണ്, പ്രതിരൂപമാണ് എന്ന്. സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചു, യേശുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ ഛായ. ആ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നുവെച്ചാൽ യേശുവിന്റെ ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചു. സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മെ പുത്രന്റെ പ്രതിരൂപത്തിൽ ഛായയെ സൃഷ്ടിച്ചത് നമ്മളെ അവനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി യേശു നമ്മെ പോലെയായി. അതായത് ഈ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ക്രിസ്തു മനുഷ്യനായി മനുഷ്യ മക്കളുടെ ഇടയിൽ വന്നു വസിച്ചു. അപ്പൊ ഈ ക്രിസ്തുവിനെ കുറിച്ച് അവൻ ദൈവത്തിന്റെ ആദ്യജാതനാണ്, പിന്നെ മറിയത്തിൽ നിന്ന് ജനിച്ചവനുമാണ്. മറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചതാണ്, അതേസമയം പിതാവിൽ നിന്ന് ജനിച്ചവൻ. അതാണ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം. അപ്പം ക്രിസ്തു ആരാണ്, അഥവാ മിശിഹ ആരാണ്? ക്രിസ്തുവിനെ എനിക്ക് പൂർണ്ണമായി അനുകരിക്കണമെങ്കിൽ ഞാൻ അവൻ ആരെന്നറിയണം. മിശിഹാനുകരണം നമുക്ക് സാധ്യമാകണമെങ്കിൽ ആദ്യം ക്രിസ്തു അഥവാ മിശിഹ ആരെന്ന് നമ്മൾ അറിയണം. മിശിഹായെ കുറിച്ച് നമ്മൾ വീണ്ടും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പല പ്രധാനപ്പെട്ട ചിന്തകൾ ബൈബിളിലുണ്ട്. നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ ക്രിസ്തു ആരെന്ന്, മിശിഹ ആരെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ നാം ശ്രദ്ധിച്ച കാര്യങ്ങൾ
ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കണം. അത് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. എന്താണ് അമ്മയുടെ മാതൃക? ലൂക്കായുടെ സുവിശേഷം 2:19 പറയുന്നു, മേരി treasured it in her heart and pondered over it. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനവും മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരുന്നു. മേരി treasured it in her heart and pondered over it. നമുക്കും ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കാം. ഈ ധ്യാനം നമ്മളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ജനിപ്പിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കും. നമ്മുടെ ബോധങ്ങളെ പ്രകാശിതമാക്കിക്കൊണ്ട് ക്രിസ്തു രഹസ്യത്തെ അടുത്തറിയാൻ നമുക്ക് സാധിക്കും. ഇതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.